ഫ്രണ്ട്സ്, നമ്മൾ ഐബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മി K40 ആണ്. നമുക്ക് ആദ്യം തന്നെ ട്രailer കാണാം. ഫ്രണ്ട്സ്, ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് നെയിം മാറുന്നതാണ്. ഇതിൻ്റെ ബ്രാൻഡ് നെയിം മാറുന്നതെന്ന് പറഞ്ഞാൽ പോക്കോ ആയി ഇതിൻ്റെ ബ്രാൻഡ് നെയിമായി മാറുകയും അതുപോലെ തന്നെ ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് പോക്കോ F3 GT ആയി സ്മാർട്ട് ഫോൺ മാറുകയും ചെയ്യുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് മൊത്തമായി കാണുക. ഫ്രണ്ട്സ്, ഞാൻ ഇതിനെക്കുറിച്ച് സ്പെസിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമായി വരുന്ന ഒരു ഗെയിമിംഗ് ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ. നമുക്ക് കിട്ടാൻ പോകുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ സ്മാർട്ട് ഫോൺ 24,000 ആണ് ഇതിൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ്. ഫ്രണ്ട്സ്, നമുക്ക് തിരിച്ച് ഐബോക്സിലേക്ക് പോകും. നമുക്ക് ഐബോക്സ് കിട്ടുന്ന ഒരു മാനുവലായി കുറേ പേപ്പർ വർക്ക്, അവർ ബ്രൂസിലൂടെ ചെറിയൊരു പിക്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ലിമിറ്റ് എഡിഷനായ ഒരു ചൈനയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് വരുന്ന പേരെന്ന് പറഞ്ഞാൽ റെഡ്മി K40 Pro എന്ന് പറഞ്ഞാൽ K40 Pro ലിമിറ്റ് എഡിഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബ്രൂസിലുള്ള സിഗ്നേച്ചർ പോലുള്ള ഒരു കേസും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പോക്കോ F3 GT എന്ന പേരിൽ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ബോക്സിനെയാണ് ഏറ്റവും നമുക്ക് പറയേണ്ടത്. കാരണം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഒരു സീലിംഗ് പാക്കേജാണ്. നല്ല സീലിംഗ് പാക്കേജുള്ള ഒരു ബോക്സിങ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പുള്ള ബോക്സാണ്. നമുക്ക് നേരത്തെ ചാർജറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നേരത്തെ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു സൈഡ് പോപ്പപ്പ് ചെയ്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ചാർജേഴ്സും നമ്മുടെ USB വന്നിരിക്കുന്നത്. സോ ഇതൊരു ലിമിറ്റ് എഡിഷനായി K40 ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചാർജസ് ഒക്കെ വന്നിരിക്കുന്ന യെല്ലോ കളേഴ്സും അതുപോലെ നമ്മുടെ ടൈപ്പ് സി കേബിൾസ് നമുക്ക് കിട്ടും. നേരത്തെ നമ്മൾ കണ്ടിരുന്ന ചില ഈ ടൈപ്പ് സിയിൽ വന്നിരിക്കുന്ന ചില ഡിഫറൻസ് ടൈപ്പ് ഉണ്ട്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് നമ്മുടെ ഡിവൈസിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഗുഡ് ലുക്കിങ്ങും അതുപോലെ നല്ലൊരു യെല്ലോയും ബ്ലാക്ക് ഡിസൈനും കൂടെ വന്നിരിക്കുന്നു. ഇതിൻ്റെ ബാക്ക് കൊടുത്തിരിക്കുന്ന Gorilla Glass 6 ആണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ക്യാമറയുടെ ശ്രദ്ധിക്കും. നമുക്ക് ROG ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രailer തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ തന്നെ അറിയാം, ROG ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ്. കാരണം നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് പ്രൈസായി കിട്ടുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ പേര് പോക്കോ F3 GT എന്ന പേരിൽ ഇത് അറിയപ്പെടുകയും നമുക്ക് ഏറ്റവും ഒരു മിഡ് റേഞ്ചുള്ളൊരു സ്മാർട്ട് ഫോണാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ക്യാമറ ശ്രദ്ധിക്കുന്നത് നമുക്ക് ROG ലൈറ്റ്സ് ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗെയിമിംഗ് ഡിസൈൻ നമുക്ക് ഒരു റെഡ് മാജിക്കിൻ്റെ അതേ ഒരു ഡിസൈനാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. റിയൽ ക്യാമറ സിസ്റ്റത്തിൽ വന്നിരിക്കുന്നത് നമുക്ക് ട്രിപ്പിൾ ക്യാമറ ടെക്നോളജി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 64 MB + 8 MB + 2 MB ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്ന ഏറ്റവും വലിയ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന സ്പീക്കറാണ്. നമുക്ക് വന്നിരിക്കുന്ന സ്പീക്കർ എന്ന് പറഞ്ഞാൽ JBLൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ ഒരു ഡിവൈസ് നമുക്ക് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് കണ്ടിരുന്ന റിഫ്രഷിംഗ് റേറ്റ് നമുക്ക് വന്നിരിക്കുന്ന 120 റിഫ്രഷിംഗ് റേറ്റ് ആണ്. പക്ഷേ നമുക്ക് വന്നിരിക്കുന്ന ടച്ച് സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ 480 ടച്ച് സാമ്പിൾസ് നമുക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ സ്മൂത്തായ ഒരു ഗെയിമിംഗ് പ്ലേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത് എനിക്ക് 100% ഉറപ്പായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് വേറൊരു മാറ്റം എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ROG ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തൊരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. അതുപോലെ നമുക്ക് ഒരു AR ട്രിഗേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ നമുക്ക് ട്രിഗേഴ്സ് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് PUBG തുടങ്ങിയ ഫ്രീ ഫയർ തുടങ്ങിയ ഗെയിംസ് നമുക്ക് കളിക്കാൻ പറ്റും. നമുക്ക് ഫ്രണ്ട്സ്, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അടുത്ത പിക്ചേഴ്സ് നമുക്ക് കാണിക്കാം. ഇത് 2 വേരിയൻറ്റുകളിലാണ് നമുക്ക് ഗ്ലോബലി അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. കാരണം പോക്കോ F3 ആയിട്ട് വരുന്നത്, പോക്കോ F3 GT ആയിട്ട് നമുക്ക് വരുന്നത്. സോ ഇത് സാമ്പിൾ ഫോട്ടോസാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ പോക്കോ F3 GT ലോഞ്ച് ചെയ്യുന്നു. എന്നാൽ പോക്കോ F3 ലോഞ്ച് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. സോ ഞാൻ ഈ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്ത് അലിബാബ എന്ന വെബ്സൈറ്റ് വഴിയാണ് പർച്ചേസ് ചെയ്തത്. എനിക്ക് ഏകദേശം ചിലവായി ലിമിറ്റ് എഡിഷനായി സ്മാർട്ട് ഫോൺ വാങ്ങിച്ചപ്പോൾ എനിക്ക് ചിലവായത് ഏകദേശം 40,000 രൂപയാണ് ഞാനിത് മേടിച്ചത്. ഒരു സ്മാർട്ട് ഫോണിൻ്റെ ശരിക്കുള്ള പവറാണ് നമ്മൾ ശരിക്കും ഒരു ഹെവി ഗെയിം തന്നെ നമ്മൾ കളിച്ചു പോകണം. കാരണം ഞാനൊരു PUBG ടെസ്റ്റ് ചെയ്യാൻ പോകണം. നമ്മൾ AR ട്രിഗേഴ്സൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് PUBG ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എനിക്ക് PUBG എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു ഇമേജ് ക്ലാരിറ്റി മാത്രമല്ല നല്ലൊരു ടച്ച് സാമ്പിൾസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് നല്ലൊരു സ്മൂത്ത് ടച്ച് പ്ലേ ആണ് എനിക്ക് കളിക്കാൻ പറ്റുന്നത്. കാരണം എനിക്ക് നേരത്തെ ഞാൻ കണ്ട ഡിവൈസുകളിലാണെങ്കിൽ തന്നെ എനിക്കൊരു ചെറിയൊരു ലാഗിങ് ഇഷ്യൂ ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല പവറുള്ള പ്രൊസസ്സർ ഇൻക്ലൂഡ് ആയിരുന്നു. നമുക്ക് ട്രിഗേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് നേരത്തെ ഞാൻ കണ്ടിരുന്ന ഒരു ടച്ച് ട്രിഗേഴ്സാണ്. നമുക്ക് ബട്ടൺ ട്രിഗേഴ്സാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു പോരായ്മയല്ലാതെ ഈ സ്മാർട്ട് ഫോണിന് വേറൊരു പോരായ്മയില്ല. നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന പോലെ IR ബ്ലാസ്റ്റേഴ്സും മറ്റും ഇൻക്ലൂഡ് കാര്യമുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സൗണ്ട് ക്ലാരിറ്റി ഫ്രണ്ട്സ്. സൗണ്ട് ക്ലാരിറ്റി മികച്ച സൗണ്ട് ക്ലാരിറ്റി വന്നിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള സ്പെക്കുകളെ കുറിച്ച് പറയാം. ഇതിൽ വന്നിരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വലിയൊരു മാറ്റം തന്നെയാണ്. നമുക്ക് 5000 mAh ബാറ്ററിയാണ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗെയിമിംഗ് ഫോണിൽ തന്നെ. അതുകൊണ്ട് 67 വോൾട്ട് ഫാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏകദേശം കമ്പനി നമുക്ക് അവകാശപ്പെടുന്നത് ഏകദേശം 42 മിനിറ്റുള്ളിൽ ഫുൾ ചാർജാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് സെൽഫി ക്യാമറ വന്നിരിക്കുന്നത് 16 MB ആണ് സെൽഫി ക്യാമറ വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് OS വന്നിരിക്കുന്നത് Android 11 ആണ് നമുക്ക് OS വന്നിരിക്കുന്നത്. അത് MUI 12.5 വർക്ക് ചെയ്യുന്നത്. നമുക്ക് ലേറ്റസ്റ്റ് ആയ ഒരു Android നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന മെമ്മറി ചിപ്പ് എന്ന് പറയുന്നത് നമുക്ക് വന്നിരിക്കുന്നത് UFS 3.1 ആണ്. നമ്മൾ ചില OnePlus പ്രോഡക്റ്റുകളിലായാലും IU പ്രോഡക്റ്റുകൾ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ 2.1 ആണ് UFS വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് വന്നിരിക്കുന്നത് UFS 3.1 ആണ്. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നത് വെച്ചാൽ നമുക്ക് വരുന്നത് ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ 24,000 രൂപയ്ക്ക് വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്ന ഒരു വലിയ സ്പെസിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് UFS 3.1. അതുകൊണ്ട് നമുക്ക് മികച്ച സ്പീഡ് തന്നെ നമുക്ക് സ്മാർട്ട് ഫോൺ കിട്ടും. നമ്മുടെ OS-നായാലും നല്ലൊരു വർക്കിംഗ് സ്പീഡ്, അതുമാത്രം നമുക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് നല്ലൊരു പക്ക ലാഗ് പോലെ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം നമുക്ക് വന്നിരിക്കുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ. എന്നാൽ നിങ്ങൾ വിചാരിക്കും സൂപ്പർ AMOLED ഡിസ്പ്ലേ വന്നുകൊണ്ട് നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് കിട്ടുന്നുള്ളൂ. പക്ഷേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് നമുക്ക് കിട്ടുന്നില്ല. കാരണം ഇതൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ അവരിത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പകരം നമുക്ക് സൈഡ് പവർ ബട്ടൺ ഫിംഗർ പ്രിന്റ് നമുക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് വന്നിരിക്കുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080 മുതൽ 2400 വരെയാണ് ഇതിൻ്റെ പിക്സൽ റെസൊല്യൂഷൻ നമുക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഗുഡ് ലുക്കിംഗ് ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇത്രയും ഒരു സ്പെക്കുള്ള സ്മാർട്ട് ഫോണാണ് നമുക്ക് 24,000 രൂപയ്ക്ക് നമുക്ക് കിട്ടാൻ പറ്റുന്നത്. വലിയൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് നമുക്ക് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആവാനൊരു കാരണമുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ ഇതൊരു MediaTekൻ്റെ പ്രോസസ്സർ ഉപയോഗിച്ചാണ്. സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ക്വാളിറ്റി കൂടും. നമ്മൾ എക്സാമ്പിൾ കാരണം സ്നാപ്ഡ്രാഗൺ ചിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ബ്രാൻഡ് നെയിമായി തന്നെ മാറുകയും ചെയ്യുന്നത്. കാരണം ഏത് സ്മാർട്ട് ഫോണിലെടുത്താലും സ്നാപ്ഡ്രാഗൺ ഡിവൈസുകളാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡ് നെയിം കൂടുകയും നമുക്ക് ഏകദേശം ബ്രാൻഡ് നെയിം മാത്രം നമുക്ക് 70% നമുക്ക് കൂടുകയും ചെയ്തു. എന്നാൽ കമ്പനി ഇവിടെ അവതരിപ്പിക്കുന്ന MediaTekൻ്റെ പ്രോസസ്സറാണ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമുക്കൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.